പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഭവ സാക്ഷ്യവുമായി നിങ്ങളോടൊപ്പമായിരിക്കാൻ വലിയവനായ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പേര് പാസ്റ്റർ PG മാത്യൂസ്, പഴയ മഠത്തിൽ മുക്കൂട്ടറ നിവാസിയാണ്. ഞാൻ ഒരു യാക്കോബായ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. ഒരച്ഛൻ്റെ കൊച്ചുമകനാണ്. എനിക്ക് നിങ്ങളോട് പങ്കുവെക്കുവാനുള്ളത്, ലോകത്തിൻ്റെ മോഹങ്ങളിൽ, ലോക ഇമ്പങ്ങളിൽ, ലോകപരമായി ഓടിയ ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ചെറുപ്രായം മുതൽ സാഹചര്യങ്ങളൊക്കെ എനിക്ക് അനുകൂലമായി കിട്ടി. ചെറുപ്രായം മുതൽ അല്പമാത്രം മദ്യപാനവും അതുപോലെ തന്നെ ബഹുബലിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. തുടർന്ന് ഏതാണ്ട് 18-ാമത്തെ വയസ്സിൽ ഞാൻ ജോലിയിൽ പ്രവേശിച്ചു. എയർഫോഴ്സിലായിരുന്നു. എയർഫോഴ്സിലെ ജീവിതാനന്തരം പിന്നെ എനിക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ സെലക്ഷൻ കിട്ടി. അങ്ങനെ ആ ഡിപ്പാർട്ട്മെൻറ്റിലൂടെ ഞാൻ മുൻപോട്ട് കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായി. എയർഫോഴ്സ് ജീവിതം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് എൻ്റെ വിവാഹമൊക്കെ നടന്നത്. എനിക്ക് ഭാര്യയും 3 മക്കളുമാണ്, 2 പെണ്ണും 1 ആണും. അവരുടെ എല്ലാം വിവാഹം കഴിയുകയും ഗൃഹസ്ഥരാണ്. ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും ദൈവ സന്നിധിയിൽ നിൽപ്പാൻ വലിയവനായ ദൈവം സാവകാശങ്ങൾ ഒരുക്കി. അവരും ഞാൻ പിൻപറ്റിയ ഈ പാതയിൽ കടന്നു വരുവാനും അവരും ഈ കർത്താവിനെ അറിയുവാനും പിൻപറ്റുവാനുമുള്ള സാഹചര്യങ്ങൾ ഒരുക്കി. ഇതിനെല്ലാം മുഖാന്തരമായി എനിക്ക് പറയുവാനുള്ളത് എൻ്റെ 2ാമത്തെ മകളാണ്. 2ാമത്തെ മകൾ നേഴ്സിംഗ് പഠിക്കുമ്പോൾ അവിടെ ഒരു കൂട്ടായ്മയിൽ പോയിക്കൊണ്ടിരുന്നു. അവിടെ വെച്ചാണ് അവൾ ഈ സത്യം അറിയുന്നത്. ഈ സത്യം എന്നോട് പ്രസ്താവിപ്പാൻ വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. കാരണം ഇവൾ കടന്നു വന്ന സമയം അങ്ങനെയുള്ള ഒരു സമയത്തായിരുന്നു. കാരണം സെപ്റ്റംബർ മാസത്തിൽ അവൾ വന്നിന്. സെപ്റ്റംബർ മാസം എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ 1 മുതൽ 8 വരെയുള്ള 8 ദിവസത്തെ 8 നോയമ്പ് ഞാൻ വളരെ ശക്തമായ നിലയിൽ എടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അന്ന് സിഗരറ്റ് വലിയോ കള്ളുകൂടിയോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും കിടക്കാതെ മുൻപോട്ട് ജീവിതം നയിച്ചയാൾ. അപ്പോൾ എന്നോട് ഒരു ദിവസം അവൾ എന്നോട് ചോദിച്ചു, ഡാഡി, നമുക്ക് ഏക മധ്യസ്ഥനേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് ഈ ഡാഡിയുടെ ഈ മറിയ ഭക്തിയൊക്കെ ശരിയാണോ ഒന്നുകൂടെ ചിന്തിക്കുന്നത് നല്ലതല്ലേ എന്ന് ചോദിപ്പാൻ തക്കവണ്ണം ഇടയായി. ആ മകളെ ഞാൻ വാസ്തവത്തിൽ അന്ന് ഒരുപാട് ദ്രോഹിക്കുകയും വീടിന് പുറത്ത് ഇട്ട് കഥ കടയ്ക്കുകയും ചെയ്ത അനുഭവമുണ്ടായി. തുടർന്ന് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എയർഫോഴ്സിൽ നിന്ന് ഞാൻ വന്നു, വിവാഹമൊക്കെ കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും എനിക്ക് SI സെലക്ഷന് കിട്ടി. ഞാനങ്ങനെ അതിലേക്ക് കടന്നുപോയി. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏതാണ്ട് 13.5 വർഷം ഞാൻ സേവനം ചെയ്തു. ആദ്യത്തെ എൻ്റെ അപ്പോയിൻമെൻറ്റ് മണിപ്പൂരായിരുന്നു. മണിപ്പൂരിൽ വെച്ചാണ് എനിക്ക് എൻ്റെ ആദ്യ മകൾ ജനിക്കുന്നത്. അന്ന് ഞങ്ങൾ അവിടെ തന്നെ അവളുടെ പ്രസവവും കാര്യങ്ങളുമൊക്കെ നടന്നു. അതിനുശേഷം 2ാമത്തെ മകളെ ഗർഭിണിയായപ്പോഴാണ് ഞങ്ങൾ നാട്ടിലേക്ക് വരുന്നത്. നാട്ടിൽ വന്നു. തുടർന്ന് 2.5 വർഷത്തെ ഇംഫാൽ ജീവിതത്തിന് ശേഷം, മണിപ്പൂരിലെ ജീവിതത്തിന് ശേഷം എനിക്ക് തിരുവനന്തപുരത്തിന് ട്രാൻസ്ഫർ ലഭിക്കാൻ തക്കവണ്ണം ഇടയായി. ഈ ടൈമൊക്കെയും മദ്യപാനം എന്നെ ഇങ്ങനെ എൻ്റെ സന്തത സഹചാരിയായിട്ട് വന്നുകൊണ്ടിരുന്നു. എന്തുവാകട്ടെ, ആ ഭാഗത്തേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. കർത്താവ് സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ദൈവം ഒരുക്കുന്ന പദ്ധതികളെ നമുക്ക് അറിയത്തില്ല. എന്നാൽ കർത്താവിനെല്ലാം മുന്നമേ അറിയാം. നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നേരോടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുക, നമ്മൾ നീതിയോടെ ജീവിക്കുക.
നമ്മുടെ ജീവിതം ഒരു സാക്ഷ്യമായി തീരുക. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ ദൈവം നമ്മെ സ്നേഹിപ്പാൻ തക്കവണ്ണം ഇടയാകും. അങ്ങനെ ഞാൻ എൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ജീവിതവും ഏതാണ്ട് 1985 ഞാൻ VRS വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്തു. 85 വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്തതിന് ശേഷം ഞാൻ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നപ്പോഴും എൻ്റെ ജീവിതശൈലിയൊക്കെ ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. മണിപ്പൂരിലായിരുന്നപ്പോൾ ഞങ്ങൾ കുടുംബമായിട്ടാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം തിരുവനന്തപുരത്ത് വന്നപ്പോഴും കുടുംബമായി അവിടെ പാർത്തു. ഡൽഹിക്ക് പോയി. ഡൽഹിയിൽ ഞങ്ങൾ കുടുംബമായി താമസിച്ചു. തുടർന്നാണ് ഞാൻ എയർഫോഴ്സ് എന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ജീവിതം വിട്ടിട്ട് വീട്ടിൽ വന്ന് താമസിക്കാമെന്നുള്ള കണക്കോടുകൂടി വീട്ടിൽ വരുന്നത്. വീട്ടിൽ വന്ന് അധികം താമസിയാതെ തന്നെ ഞാനൊരു ബിസിനസ് തുടങ്ങി. എൻ്റെ ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ പേരിലാണ് ഞാൻ ഇവിടെ ഇപ്പോൾ അറിയപ്പെടുന്നത്. ജോമാക് എംപോറിയം എന്ന ഒരു പ്രസ്ഥാനം. അത് റെഡിമെയ്ഡ്, ടെക്സ്റ്റൈല്, STD ബൂത്ത്, അങ്ങനെ എല്ലാ സംവിധാനങ്ങളോടുകൂടെ ഞാനത് തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം ഒരിക്കലും മുഖാന്തരം എന്ന വണ്ണം എൻ്റെ ഒരു കൂട്ടുകാരൻ, ഞങ്ങൾ എയർഫോഴ്സിൽ ഒരുമിച്ചുണ്ടായിരുന്നതാണ്, അദ്ദേഹം കടയിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയായി. കടയിൽ വന്ന് ഞങ്ങൾ ദീർഘനേരം സംസാരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിടാ, ഞാൻ ഇന്ത്യയുടനീളം പോയി മിക്കവാറും എല്ലാ ഭാഗങ്ങളും സന്ദർശിച്ചു. എന്നാൽ ഗൾഫിൽ പോകാൻ അവസരം എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. ഗൾഫ് കൂടെ കണ്ടാൽ കൊള്ളാമെന്ന് എനിക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, ഇത്രയും ഭയങ്കര ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ നടത്തിയിരുന്ന നീ എങ്ങനെ വിസ ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെ അവിടെ വന്നു പറ്റും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതിനെപ്പറ്റി നീ വരി ചെയ്യണ്ട, നീ വിസ അയച്ചു തരികയാണെങ്കിൽ ഞാനങ്ങ് വരുമെന്ന്. അങ്ങനെ അദ്ദേഹം പോയി. ഏതാണ്ട് അവിടെ ചെന്ന് 2 ആഴ്ചയ്ക്കകം എനിക്ക് വിസ ലഭിക്കാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ വിസ ലഭിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുവാൻ ഉള്ള സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങി. സാധാരണഗതിയിൽ നമ്മൾ പോകുമ്പോൾ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ വേദപുസ്തകം പൊട്ടിച്ചു വായിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അങ്ങനെ ഞാൻ പോകാനുള്ള സമയമായി. കാര്യങ്ങളെല്ലാം എൻ്റെ പ്രിയപ്പെട്ടവളെ ഫലമേൽപ്പിച്ചു. കടയുടെ എല്ലാ കാര്യങ്ങളും ആദ്യം മുതലേ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. എങ്കിലും അതെല്ലാം സ്വതവേ ചെയ്യാം എന്നുള്ള ഒരുറപ്പ് എനിക്ക് തരികയും ചെയ്തു. അങ്ങനെ പോകാനെടുത്തപ്പോൾ വായിച്ച ഒരു ഭാഗമാണ് കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. എനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി. കാരണം എൻ്റെ പോക്കിൽ, എൻ്റെ വരവിൽ ഒക്കെ ദൈവസാന്നിധ്യം കൂടിയിരിക്കും. യാതൊരുവിധ പ്രയാസങ്ങളുമില്ലാതെ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ നേരെയാകും. ജോലി കിട്ടിയാൽ അവിടെ താമസിക്കും, ജോലി കിട്ടിയില്ലെങ്കിൽ തിരിച്ചു പോരും. കാരണം ഗൾഫെല്ലാം കണ്ടിട്ട് പോരാമല്ലോ എന്നുള്ളതാണ് എൻ്റെ ചിന്ത. ഏതാണ്ട് 10-35,000 രൂപയോളം ചിലവാകും. ഒക്കെ ശരി തന്നെയെങ്കിലും കാണണം എന്നുള്ളൊരു താല്പര്യം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഇവിടുന്ന് പോകാൻ നേരത്തെ എൻ്റെ പ്രിയപ്പെട്ടവൾ എന്നോട് പറഞ്ഞ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഡാഡി എനിക്ക് വളരെ സന്തോഷമാണ് ഡാഡി പോകുന്ന കാര്യം, പക്ഷെങ്കിൽ ഡാഡിയുടെ ഈ മദ്യപാനം അവിടെ ചെന്ന് തുടരരുത്, അവിടെ പോയി മദ്യപിക്കരുത്, അവിടെ ചെന്ന് മദ്യപിച്ച് പിടിച്ചു കഴിഞ്ഞാൽ ജയിലിലൊക്കെ ഇടും, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒക്കെ പറയുവാൻ തക്കവണ്ണം ഇവിടെ. ഞാനതെല്ലാം ഓക്കെ അടിച്ചു, കുഴപ്പമില്ല, ഞാനങ്ങനെ തന്നെ ചെയ്തോളാമെന്ന് പറയുവാൻ തക്കവണ്ണം ഇവിടെ. അങ്ങനെ ഞാനിവിടെ നിന്ന് പോയി. വേറെ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു, പുള്ളിയും ഇദ്ദേഹത്തിൻ്റെ തന്നെ കെയർ ഓഫിൽ വിസ എടുത്ത് വരുന്ന ഒരാളായിരുന്നു. അന്ന് ഞങ്ങൾക്ക് ഈ റാസൽ ഖൈമ എന്ന സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നേ ഉള്ളൂ, ബാക്കി ഒരിടത്തു നിന്നും ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല. ഞങ്ങൾ ആദ്യമേ പോകുന്നത് ഡയറക്റ്റ് ഫ്ലൈറ്റ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാകും എന്ന് വിചാരിച്ച് ഞങ്ങൾ ഡയറക്റ്റ് ഫ്ലൈറ്റിനാണ് ടിക്കറ്റ് എടുത്തത്. അങ്ങനെ ഞങ്ങൾ പോയി.
രാത്രി ഏതാണ്ട് 12 മണിക്കാണ് കോട്ടയത്ത് നിന്ന് ട്രെയിൻ ഉള്ളത്. ആ ട്രെയിനിന് പോകാനായിട്ട് ഞങ്ങൾ തയ്യാറായി. കോട്ടയത്ത് നേരത്തെ തന്നെ ചെന്നു. ആഹാരം കഴിക്കാനായിട്ട് പോയി. ആഹാരം കഴിക്കാനായിട്ട് പോയപ്പോൾ എന്നെ യാത്ര അയക്കാൻ ആരുമില്ലായിരുന്നു. എൻ്റെ കൂട്ടത്തിൽ വന്ന ആളിനെ യാത്ര അയക്കാൻ വന്ന 2 പേര്, അവരുടെ അമ്മാച്ചനും 2 പേരുണ്ടായിരുന്നു. അവർ പറഞ്ഞു നമുക്കെല്ലാം ആഹാരം കഴിക്കണമല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഹോട്ടലിൽ കയറി. അവർ കയറിയ ഹോട്ടൽ ബാർ ഹോട്ടലായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് നേരത്തെ പറഞ്ഞു, ദേ ബാർ ഹോട്ടലിലൊക്കെ കയറുന്നത് കുഴപ്പമില്ല, പക്ഷേ ഞാൻ മദ്യപിക്കത്തില്ല എന്ന് പറയുവാനൊക്കെ വന്നു വരിക. അങ്ങനെ ഏതായാലും അവിടെ കയറി അവർക്ക് ആഹാരം കഴിച്ചു. ആഹാരം കഴിച്ച് കൊണ്ടിരിക്കുമ്പം അവർ ബ്രാൻഡിയും വിസ്കിയും ഒക്കെ ഓർഡർ ചെയ്തു. എന്നിട്ട് എന്നോട് വന്ന് പറഞ്ഞു, അച്ഛാ ഒരു കാര്യം ചെയ്യും, ബ്രാൻഡിയും വിസ്കി ഒന്നും കഴിക്കണ്ട, ഒരു ബിയർ കഴിച്ചാലോ എന്ന് എന്നോട് ചോദിക്കുവാൻ തക്കവണ്ണം ഇവിടെയായി. ഏതായാലും ഞാനും പതുക്കെ ബിയറിലോട്ട് കയറി. പിന്നെ തുടർന്ന് സാധാരണ ചെയ്തു വരുന്നത് പോലെ ബിയറും വിസ്കിയും ബ്രാൻഡിയും എല്ലാം കഴിച്ചു. അപ്പം ഞാൻ അവിടെ വെച്ച് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞ ആ ഉറപ്പ് മാനിച്ചില്ല. അവിടുന്ന് പിന്നെ തുടർന്ന് അങ്ങോട്ട് പിന്നെ ഓരോരോ സാഹചര്യങ്ങളായിരുന്നു. ഞാൻ അവിടുന്ന് പോയി. ഞങ്ങൾ പ്ലെയിനിൽ കയറിയപ്പോൾ അതിനകത്തും ഇഷ്ടംപോലെ ഡ്രിങ്ക്സ് ഉണ്ട്. അതെല്ലാം ഞങ്ങൾ കഴിച്ചു. അവിടെ ചെന്ന് ഏതായാലും ഇറങ്ങി. ഞങ്ങളെ സ്വീകരിക്കാനായിട്ട് എൻ്റെ കൂട്ടുകാരനുണ്ടായിരുന്നു. പോയി കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അതൊരു ബാറാണ് അവൻ്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവനവിടെ ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് അതിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. നല്ല പൊസിഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പം അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞ് ഞങ്ങൾ ഇച്ചിരിച്ച് ഒക്കെ കഴിച്ച് ആഹാരം കഴിച്ചു. 2 ദിവസത്തോളം ഞാനവിടെ താമസിച്ചു. തുടർന്ന് ഞാൻ ദുബൈയിലേക്ക് കടന്നു. ദുബൈയിൽ കടന്നു വന്നപ്പോൾ അമ്മ സ്വീകരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. കാരണം ജോമാക്കെന്ന് പറഞ്ഞ ആളുമായിട്ട് ഉള്ള സഹവർത്തിത്വത്തിൽ ഒരുപാട് കൂട്ടുകാർ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും അറിഞ്ഞും കേട്ടും ഒക്കെ വന്നു. അങ്ങനെ എൻ്റെ ജീവിതം ഈ കട്ടിലിൽ നിന്ന് മെത്തേ കിടത്തുന്ന അനുഭവത്തിലേക്കായിപ്പോയി. ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ പോയി ഒരു വിസയുടെ ക്രമീകരണങ്ങളൊക്കെ ഒരുങ്ങുവാൻ തക്കവണ്ണം ഇടയായി. വിസ ലഭിച്ചത് ഒമാൻ ഇൻഷുറൻസ് കമ്പനി എന്ന ഒരു ഇൻഷുറൻസ് കമ്പനിയിലാണ് എനിക്ക് വിസ കിട്ടിയത്. ആ വിസയിൽ ഞാൻ അവിടെ ജോലി ചെയ്തു. തുടർന്ന് എനിക്ക് വർക്കൊന്നും കൊടുക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ആ വിസയിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരിടത്ത് ജോലിയിൽ പ്രവേശിച്ചു. ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിട്ട് ഞാൻ കാണുകയാണ് ഇപ്പോൾ. കാരണം അന്ന് നമുക്കൊരു ജോലി സമ്പാദിക്കുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ജോലി സമ്പാദിച്ച് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ കൂട്ടുകാരുമായിട്ട് വളരെ നല്ല രീതിയിൽ പോകുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് ചിലപ്പം വരച്ച് കാണിക്കും. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉള്ളു തുറന്നങ്ങ് പറയും. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ പറഞ്ഞാൽ ഞാൻ ഇതുപോലെ ഒമാൻ ഇൻഷുറൻസ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, ആരുമില്ല അവിടെ, വലിയ പ്രശ്നമില്ലാതൊക്കെ പോകുന്നു എന്നെല്ലാം പറഞ്ഞു. ഒടുവിൽ ഞാൻ എൻ്റെ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സാധാരണഗതിയിൽ സമയം കിട്ടുമ്പോഴൊക്കെ പകൽ സമയങ്ങളിൽ ഞാൻ അവിടുത്തെ റിസപ്ഷനിസ്റ്റും കെയർ ടേക്കറും ഒക്കെയാണ്. അവിടെ എമിറേറ്റ്സിൻ്റെ എയർ ഹോസ്റ്റസ് താമസിക്കുന്ന അക്കോമഡേഷനാണ്. അവരെ വളരെ സഹവർത്തിത്വത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വേദപുസ്തകം വായിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. അങ്ങനെ വേദപുസ്തകം വായിക്കുക. ഒടുവിൽ ഞാൻ പറഞ്ഞു വരട്ടെ, എൻ്റെ ഒരു കൂട്ടുകാരനോടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് വർഗീസ് റഞ്ചി കോരിത്ത്. അപ്പം അദ്ദേഹം
ഞാൻ ഈ വേദോത്സവം വായിക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് പുള്ളിക്ക് വളരെ താല്പര്യമായിരുന്നു. അങ്ങനെ ഇരുന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛാ, വേദപുസ്തകം പഠിക്കാൻ പറ്റിയ ഒരു സാധനം എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ ദോഹയിൽ വെച്ചെടുത്ത ഒരു ക്ലാസ്സാണ്. ദൈവസഭ 1 മുതൽ നരകത്തിലെ മുറികൾ വരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ്. ആ ക്ലാസ് അദ്ദേഹം എനിക്ക് കൊണ്ടു തന്നു. 15 കാസറ്റ്. ഈ 15 കാസറ്റിനകത്ത് എല്ലാം തന്നെ ഉണ്ടായിരുന്നു. 15 കാസറ്റ് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഒരുപാട് സത്യങ്ങൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായി. ശലോമോൻ ആലയം പണിതു, ആലയം പ്രതിഷ്ഠിച്ചു. ആലയം പ്രതിഷ്ഠിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ ശലോമോൻ പറഞ്ഞൊരു കാര്യമുണ്ട്: സ്വർഗം നിൻ്റെ സിംഹാസനം, ഭൂമി നിൻ്റെ പാദപീഠം, നിനക്ക് വസിക്കുവാനുള്ള ആലയം ഏത് വിധം? ആ ചോദ്യത്തിലെല്ലാം ഉണ്ട്. കർത്താവിന് വസിക്കുവാൻ ഉള്ള ആലയം, ഞാനും നിങ്ങളും കർത്താവിൻ്റെ ആലയമാണ്. ഈ ആലയത്തെ നശിപ്പിക്കുന്നവനെ, അതായത് കർത്താവ് വസിക്കുവാനുള്ള ഈ ആലയത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും. ഇതെനിക്ക് വളരെ ഭയമായി. കാരണം കർത്താവ് വരുമ്പോൾ, അല്ലെങ്കിൽ കർത്താവ് ഇത് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, കഴിഞ്ഞ 38 വർഷക്കാലം ഞാൻ എൻ്റെ ആലയത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സത്യം അറിഞ്ഞിട്ടും ഞാൻ തുടർന്നു ഇതേ അനുഭവത്തിൽ പോകുവാൻ തക്കവണ്ണം ഇടയായി. ഒടുവിൽ ആയിട്ട് സംഭവിച്ചത്, ഞാൻ ഒരു ദേവദാസൻ നാട്ടിൽ നിന്ന് അവിടെ വന്നു. അദ്ദേഹവുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ദൈവത്തിന് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല കള്ളുകുടിയും അതുപോലെ തന്നെ സിഗരറ്റ് വലിയുമൊക്കെ. അതുകൊണ്ട് ഈ സംഗതി നിർത്തണമെന്ന് നിർത്താൻ പറ്റുമോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതൊഴിച്ചു ബാക്കി എന്ത് കാര്യം വേണേലും പാസ്റ്റർക്ക് എന്നോട് സംസാരിക്കാം. ഇത് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ മദ്യപാനം ഉപേക്ഷിക്കാൻ താല്പര്യപ്പെടുന്നില്ല. എനിക്ക് കോട്ടായും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് കാരണം ഒരിക്കലും ഞാൻ മദ്യപാനം ഉപേക്ഷിക്കില്ല. അങ്ങനെ ഇരുന്നു. അന്ന് രാത്രി ഞാൻ വന്നു, നന്നായിട്ട് മദ്യപിച്ചു. പിറ്റേ ദിവസം കാലത്ത് ഡ്യൂട്ടിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ബാത്റൂമിൽ പോകാനായിട്ട് സിഗരറ്റൊക്കെ എടുത്തപ്പം സിഗരറ്റ് വലിക്കണ്ട എന്നുള്ള ഒരു ദൈവം എൻ്റെ ഹൃദയത്തിൽ തരുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ ഞാനത് ആ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. അത് കഴിഞ്ഞു, പത്രം വായനയൊക്കെ കഴിഞ്ഞു. വീണ്ടും വേദപുസ്തകം വായിക്കാനിരുന്നു. അന്ന് ഞാൻ വേദപുസ്തകം വായിക്കാനെടുത്തത് കോരിന്ത്യ ലേഖനമാണ്. 2 കോരിന്ത്യ 5-ാം അധ്യായം വായിച്ചു തുടങ്ങി. അതിൻ്റെ 17-ാം വാക്യത്തിലേക്ക് കടന്നു വന്നപ്പോൾ, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞുപോയി. ഈ വാക്യത്തിൽ ഞാൻ ഉടക്കി നിൽക്കുവാൻ തക്കവണ്ണം ഇടയായി. മുൻപോട്ട് എനിക്ക് ഒന്നും വായിക്കാൻ പറ്റുന്നില്ല, ഒന്നും ഗ്രഹിപ്പാനും പറ്റുന്നില്ല. ഞാനത് ഹൈലൈറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ ഈ ഹൈലൈറ്റ് ചെയ്ത ഭാഗത്ത് ഒന്ന് കുറച്ചു നേരം അങ്ങനെ അതുമായിട്ട് അങ്ങോട്ട് തന്നെ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത ഒരു അസ്വസ്ഥത തോന്നി. ഇപ്പം മരിച്ചു പോകുമെന്നുള്ളൊരു ഒരു ഭീതി എന്നെ അലട്ടുവാൻ തക്കവണ്ണം ഇടയായി. നെഞ്ചുവേദനയാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഭയങ്കരമായ പ്രയാസം. ഈ പ്രയാസത്തിൽ ഞാൻ എഴുന്നേറ്റ് എൻ്റെ റൂമിലേക്ക് പോയി. റൂം എന്നെ തൊട്ട് തന്നെയാണ് എൻ്റെ റൂം. ഞാൻ റൂമിൽ കടന്നു ചെന്ന് കുറ്റിയിട്ടിട്ട് ഞാൻ കരഞ്ഞു. ഞാൻ ചോദിച്ചു, എൻ്റെ ദൈവമേ, ഇത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ, ഞാനിപ്പം ചത്തുപോകും എന്നൊക്കെയുള്ള ദൈവത്തോട് പറയുവാൻ തക്കവണ്ണം ഇടയായി. ഒടുവിൽ അല്പനേരം കരഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ആശ്വാസമായി. ഞാൻ എന്നിട്ട് പിന്നെ വന്ന് മുഖമൊക്കെ കഴുകി ഫ്രഷായിട്ട് വന്നു കഴിഞ്ഞപ്പോഴും വേദോത്സവം ഈ സമുദായത്തിലൊക്കെ ഏവങ്കേലിയൻ വെച്ചിരിക്കുന്നത് പോലെ എൻ്റെ വേദോത്സവം വെച്ചിരിക്കുക. അവിടെ എടുത്ത് നോക്കിയപ്പോൾ ഇത് തന്നെ 5-ാം അധ്യായം 17-ാം വാക്യം എന്നെ ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കുക. അത് വായിച്ച് കഴിഞ്ഞ് അല്പം ഞാൻ പറഞ്ഞു, ദൈവമേ, നീ ജീവനുള്ള ദൈവമാണെങ്കിൽ നീ എന്നോട് ഇടപെട്, നീ എന്നോട് സംസാരിക്കുക. 1995 ഓഗസ്റ്റ് മാസം 1-ാം തീയതി, അതായത് ഇന്നത്തെ ഈ ദിവസം, ഇന്ന് ഓഗസ്റ്റ് മാസം 1-ാം തീയതിയാണ്. ഈ ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇടപെട്ടിട്ട് സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ
അവിടെ ഈ അനുഭവത്തിലിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ശരീരത്തിൻ്റെ വെയിറ്റ് അങ്ങ് കുറയുവാൻ തുടങ്ങി. ആദ്യമേ കാലുകൾ രണ്ടും, പിന്നീട് ശരീരം മൊത്തമായിട്ടുള്ള വെയിറ്റ് നഷ്ടപ്പെട്ടു. വെയിറ്റ് നഷ്ടപ്പെട്ട ഒരു കച്ചിത്തുറു പോലെ ഞാനായി തീർന്നു. അങ്ങനെ ഒരു വിധത്തിൽ എൻ്റെ കൗണ്ടറിൽ നിന്ന് വെളിയിലിറങ്ങി. വെളിയിലിറങ്ങും വലിയ വിശാലമായ ഒരു ഹാളാണ്. ഹാള് കമ്പ്യൂട്ടറൈസ്ഡാണ് ബിൽഡിങ്. അവിടുന്ന് ആരെങ്കിലും വന്നാൽ ലോക്ക് നമ്മൾ തുറന്നു കൊടുത്താലേ വരാനൊക്കെ തരും. ഞാൻ അതെല്ലാം തുറന്നിട്ടു. എന്നിട്ട് ഏതാണ്ട് 9:30 മണി മുതൽ ദൈവസന്നിധിയിൽ എന്നെ തന്നെ അങ്ങ് താഴ്ത്തി കൊടുത്തു. എന്നെ ഏത് തരത്തിലാണ് കർത്താവ് എടുത്ത് ഉപയോഗിച്ചെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ ഞാൻ ഈ മേലുള്ള സീലിങ്ങിലൊക്കെ പോയി ഈ ശബ്ദം ഉണ്ടാക്കുന്നതൊക്കെ എനിക്ക് കേൾക്കാം. ഏതായാലും 11 മണിയായപ്പോൾ ഞാൻ എൻ്റെ വേദപുസ്തകത്തിൽ അത് കുറിച്ചിട്ടിട്ടുണ്ട്. 11 മണിയായപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തു. ഞാൻ അങ്ങ് പറയുന്നത് പോലെ, എൻ്റെ കർത്താവ് പറയുന്നത് പോലെ ഇനി ഞാൻ നിനക്കായി ജീവിക്കും. ഞാൻ എൻ്റെ മദ്യപാനവും എൻ്റെ സുഹൃത്തുവരിയുമൊക്കെ ഇന്ന് ഉപേക്ഷിക്കുക. എൻ്റെ മുറിയെന്ന് പറയുന്നത് ഒരു ബാറാണ്. ഏതാണ്ട് 48 രാജ്യങ്ങളിലേക്ക് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ കമ്പനിയിലെ ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറോസൊക്കെ പോകുന്നുണ്ട്. അവരൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മെ സന്തോഷിപ്പിക്കാനായിട്ട് കൊണ്ടുവന്ന് തരുന്നത് മദ്യമാണ്. മദ്യം, സിഗരറ്റ്, പിന്നെ ടീഷർട്ട്, ഇങ്ങനെയുള്ള സംഗതികൾ. അപ്പോൾ അതെല്ലാം എൻ്റെ കയ്യിൽ സ്റ്റോക്കുണ്ട്. പക്ഷേ ഞാൻ ദൈവത്തോട് പറഞ്ഞു, നീ എന്നോട് സംസാരിച്ചാൽ, നീ എന്നോട് ഇടപെട്ടാൽ, നീ എന്നോട് പറയുക മോനെ എനിക്കിത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ നിർത്താൻ തയ്യാറാണ്. അങ്ങനെ 1995 ഓഗസ്റ്റ് മാസം 1-ാം തീയതി ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നു. രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളത് 1995. അതിനുശേഷം ഒത്തിരി സംഭവ വികാസങ്ങൾ പിന്നെ അവിടെ നടക്കുവാൻ തക്കവണ്ണം ഇടയായി. എൻ്റെ രാത്രിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ സഹോദരന് ഞാൻ ഈ കാസറ്റുകളുണ്ടല്ലോ, ഈ കാസറ്റ് എനിക്ക് തോന്നി ഈ കാസറ്റിൻ്റെ കോപ്പികൾ ആർക്കെങ്കിലുമൊക്കെ കൊടുത്താൽ അത് പ്രയോജനപ്പെടും എന്നുള്ളത് കൊണ്ട് ഞാൻ ഇതിനെല്ലാം കോപ്പി എടുത്ത് പലർക്കും വിതരണം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ വന്ന് ഞാൻ സെപ്റ്റംബർ മാസം 8-ാം തീയതി, അതായത് 1995 സെപ്റ്റംബർ മാസം 8-ാം തീയതി സ്നാനപ്പെട്ടു. 9-ാം തീയതി എന്നെക്കുറിച്ചുള്ള ഞാനിങ്ങനെ ഒമാൻ ഇൻഷുറൻസിൽ നിന്ന് ഇന്നടത്ത് വർക്ക് ചെയ്യുന്നുണ്ടാകാനുള്ള കാര്യം ഒമാൻ ഇൻഷുറൻസുകാർക്ക് അറിവ് കിട്ടി. അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ നീ ഞങ്ങളുടെ വിസായിൽ അവിടെ ജോലി ചെയ്യുന്നു, ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കവിടെ ശമ്പളം ഒന്നുമില്ലായിരുന്നു, പിന്നെ എനിക്ക് വർക്ക് കിട്ടിയില്ല, അങ്ങനെ ഞാൻ പോകുന്നതാണെന്ന് പറഞ്ഞു. ഏതായാലും ഞങ്ങൾ വരുവാണ്, നിന്നെ കൊണ്ടുപോകാനായിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ 95 സെപ്റ്റംബർ മാസം 11-ാം തീയതിയാണ്, 12-ാം തീയതിയാണെന്ന് തോന്നുന്നു. അന്ന് അവരെ ലേബറുകാരൊക്കെ കൂടെ വന്ന് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ തക്കവണ്ണം ഇടയായി. ഇവിടെ എല്ലാം ദൈവത്തിൻ്റെ വലിയ കരുതലും ഉണ്ടായിരുന്നു എനിക്ക്. കാരണം സാധാരണഗതിയിൽ ലേബർ വന്ന് പിടിച്ചുകൊണ്ട് പോവുക എന്ന് പറയുമ്പോൾ അവർ നമുക്ക് വിലങ്ങൊക്കെ ഇട്ടാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ല. ഞാൻ പോയി ആ ലേബർ ഓഫീസർക്ക് പിറ്റേ ദിവസം ലേബർ ഓഫീസിൽ കൊണ്ടുവന്നപ്പോൾ ആ ലേബർ ഓഫീസർക്ക് എന്നോട് പ്രത്യേകമായ ഒരു കരുതൽ എന്നെക്കുറിച്ചുണ്ടായിരുന്നു. ഞാൻ 10 ദിവസത്തോളം എനിക്ക് തോന്നുന്നു ജയിലിൽ കടന്നു. എല്ലാ ദിവസവും പ്രിയപ്പെട്ടവളെ വിളിക്കാനുള്ള അവസരം കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞു ഇതുപോലെ എൻ്റെ ഫോൺ നമ്പരൊക്കെ മാറി ഞാൻ ഇനിയും വേറൊരു ഫോൺ നമ്പർ ഞാൻ വിളിച്ചോളാം, എന്നെ വിളിക്കണ്ട, വേറൊരു ഫോൺ നമ്പർ എന്നായിരിക്കും വിളിക്കുന്നത് എന്നൊക്കെ പറയുവാൻ തക്കവണ്ണം ഇടയായി. അപ്പോൾ എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, പിന്നെ ജയിലിൽ ആണെന്നുള്ളത് മനസ്സിലാക്കി. എങ്ങനെയോ ആരൊക്കെ ഇവിടെ നാട്ടിൽ പറഞ്ഞതാണ്. ഏതായാലും ജയിലിലാണെന്ന് മനസ്സിലായി. എന്നോട് ചോദിച്ചു തലമുടി മുട്ടയടിക്കുമോ? ഞാൻ പറഞ്ഞു ഇതൊക്കെ ദൈവത്താൽ സാധ്യതമായൊരു കാര്യമാണ്, അതുകൊണ്ട് ഒന്നും സംഭവിക്കത്തില്ല എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി. ഏതായാലും
ആ ലേബർ ഓഫീസർ എല്ലാവരെയും സുഹാൻ എന്ന ജയിലിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണ് കയറ്റി വിടുന്നത്. എന്നെ പക്ഷെങ്കിൽ ദുബൈയിൽ നിന്ന് തന്നെ എനിക്ക് പ്ലെയിനിൽ കയറി പോരുവാനുള്ള സാഹചര്യം ഒരുക്കി. ഒരുപാട് സാക്ഷ്യങ്ങൾ ഉണ്ട് എനിക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ, ജയിലിലായിരുന്നപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും മറ്റെല്ലാ സ്ഥലങ്ങളിൽ നിന്നും നല്ലതുപോലെയുള്ള സഹകരണം എനിക്ക് കിട്ടി. എല്ലാ ദിവസവും പ്രിയപ്പെട്ടവളെ വിളിക്കാൻ സാധിച്ചതുകൊണ്ട് എനിക്ക് അതൊരു വലിയൊരു പ്ലസ് പോയിൻ്റായിരുന്നു. അങ്ങനെ ദൈവം എന്നെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. നാട്ടിൽ വന്ന് എൻ്റെ സാക്ഷ്യം കേട്ട് എൻ്റെ പ്രിയപ്പെട്ടവളും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളും ദൈവസന്നിധിയിൽ ആ സാക്ഷ്യത്തോടനുബന്ധിച്ച് സ്നാനപ്പെടുവാനും ഒക്കെയുള്ള അവസരങ്ങളെ ദൈവം ഒരുക്കി. ഞാൻ പറഞ്ഞത്, ദൈവത്തിന് അസാധ്യമായിട്ട് ഒരു കാര്യവുമില്ല. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അനുഭവ സാക്ഷ്യം വളരെ എത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസങ്ങളോളം എടുത്താൽ തീരത്തിൽ അതുപോലുള്ള അനുഭവങ്ങളുണ്ട്. വന്നതിന് ശേഷം എനിക്ക് ദൈവവചനം പഠിക്കുവാനും, ദൈവവചനം പഠിച്ച് ഏതാണ്ട് തീർന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞതിൻ്റെ പിറ്റേ ആഴ്ചയിൽ തന്നെ സഭാശുശ്രൂഷയിൽ പ്രവേശിക്കുവാനും വലിയവനായ ദൈവം സാവകാശങ്ങൾ ഒരുക്കി. 2003 ഞാൻ ദൈവവചനം പഠിച്ച് സഭാശുശ്രൂഷയിൽ പ്രവേശിച്ചു. ഇന്ന് ഏതാണ്ട് 19 വർഷക്കാലം കർത്താവിനെ സേവിക്കാനുള്ള അവസരം കിട്ടി. 12 വർഷക്കാലം ഞാൻ എൻ്റെ സ്വന്തം ദേശമായ മുക്കൂട്ടറയിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിൽ ശുശ്രൂഷിച്ചു. തുടർന്ന് 5 വർഷം ഞങ്ങളോട് ചേർന്ന് കിടക്കുന്നതായ വെച്ചുചിറ എന്ന പ്രദേശത്ത് 5 വർഷത്തോളം ശുശ്രൂഷിച്ചു. ഇപ്പോൾ ശാരീരികമായുള്ളൊരു അസ്വസ്ഥത എനിക്ക് വരികയും ഏതാണ്ട് മരണത്തെ മുഖാമുഖമായി കണ്ട ഒരു സാഹചര്യമായിരുന്നു. ദൈവം അവിടുന്ന് വിടുവിച്ചു എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഒരു സാക്ഷ്യമാണ്. അതിലേക്കൊന്നും കിടക്കാനുള്ള സാഹചര്യവും സമയവും നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ദൈവം എന്നെ അത്ഭുതകരമായി വിടുവിച്ച് എന്നെ ഇപ്പോഴും നടത്തുന്നു, നിർത്തിയിരിക്കുന്നു. എനിക്ക് കൂട്ടു സഹോദരന്മാരായിട്ട് 2-3-4 ദേവദാസന്മാരുണ്ട്, അവരുടെ കുടുംബങ്ങളുണ്ട്. ഞങ്ങൾ പരസ്യയോഗത്തിന് പോവുകയും ദേശമാകമാനം എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലും കോട്ടയം ഡിസ്ട്രിക്റ്റിലും മാറി മാറി പലയിടങ്ങളിലും കടന്നുപോയി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. ഒരു കാര്യം വ്യക്തമായത് ഞാൻ നിങ്ങളോട് പറയട്ടെ, കൃപയാലത്രേ ആത്മരക്ഷ. അത് വിശ്വാസത്താൽ നേടുക, വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല. അത് ദാനം. പിന്നീട് പറയുന്നു, മലകൾ കയറിയാൽ കിട്ടുകയില്ല, ക്രിയകൾ നടത്തിയാൽ നേടുകയില്ല. നന്മകൾ, നോമ്പുകൾ, നേർച്ചകൾ, കാഴ്ചകൾ, ഇവയാലൊന്നും രക്ഷ സാധ്യമല്ല. അപ്പം രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു മാർഗം കർത്താവായ യേശു ക്രിസ്തു. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, എന്നിൽ കൂടെ അല്ലാതെ ആരും എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ വരത്തില്ല. അങ്ങനെയെങ്കിൽ ഈ പിതാവിൻ്റെ സന്നിധിയിൽ വരാൻ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം കൊടുത്തു. ആ ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയർത്തപ്പെടാൻ ഈ ഇന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും താല്പര്യപ്പെടുന്നുവെങ്കിൽ ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഒന്നേ വേണ്ടൂ, ഞാൻ പാപിയാണ്. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് ഈ താണലോകത്തിൽ ഇറങ്ങി വന്നു. അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇത് സത്യമാണ്. ഈ സത്യം ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും രക്ഷയ്ക്കായി വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു. അങ്ങനെ പറഞ്ഞാൽ നിൻ്റെ പേരും എന്തു ചെയ്യും? ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കപ്പെടും. ഒരു കാര്യം കൂടെ വാസ്തവമാണ്, ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും, അതാരുമായിക്കൊള്ളട്ടെ, ഹിന്ദു, മുസൽമാൻ, ക്രിസ്ത്യാനി, ആരുമായിക്കൊള്ളട്ടെ, ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും
തീപ്പൊയ്കയിൽ തള്ളിയിടുമെന്നുള്ളതിന് അതിന് വ്യത്യാസമില്ല. കാരണം വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. ആ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകണം. നിൻ്റെ പേർ ജീവൻ്റെ പുസ്തകത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇന്ന് പകൽക്കാലം ഉറപ്പാക്കണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ഇതൊരു അന്ത്യകാല ദൂതായി ഏറ്റെടുത്താൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേരും ഇന്ന് പകൽക്കാലം ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കപ്പെടും. ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കപ്പെട്ട് നിങ്ങളും അവൻ്റെ വരവിനായി കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവത്തിൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ വാനമേഘത്തിൽ ഇറങ്ങി വരും. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ, ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. ഇനി ജീവിച്ചിരിക്കുന്ന നാം കണ്ണിമയ്ക്കുന്നതിനിടയിൽ രൂപാന്തരപ്പെട്ട് കർത്താവിനോടുകൂടെ വാനമേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്ന് പറയുമ്പോൾ കർത്താവിൽ ജനിച്ച് കർത്താവിൽ ജീവിക്കുന്ന നാം ആ കണ്ണിമയ്ക്കുന്നതിനിടയിൽ കർത്താവിനോട് ചേർക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇപ്പോൾ ഈ നല്ല സമയത്ത് അതിൽ നിങ്ങളെ തന്നെ ദൈവസന്നിധി സമർപ്പിക്കുക. നിങ്ങളുടെ പേരും ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തുക. വലിയവനായ ദൈവം സഹായിക്കട്ടെ. അവസരം ഒരുക്കി തന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്.